പ്രിയപ്പെട്ടവരെ, സന്തോഷകരമായ പ്രത്യാശയുടേതായ ഈ തിരുനാളിൽ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. നീ എത്രമാത്രം ഉന്നതനായിരിക്കുമോ അത്രമാത്രം വിനീതനായിരിക്കുക എന്നുള്ള തത്വമാണ് ക്രിസ്മസിലൂടെ നമ്മൾ കാണുക. അത്യുന്നതനായ ദൈവം നമ്മളെക്കാളെല്ലാം ഏറ്റവും വിനീതനായി ഈ ഭൂമിയിൽ അവതരിക്കുകയും ജീവിക്കുകയും നന്മകൾ ചെയ്യുകയും സഹിക്കുകയും പാടുപെടുകൾ സഹിച്ച് മരിക്കുകയും ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അനുഭവിച്ചതിനേക്കാളും കൂടുതൽ ദാരുണമായ സഹനങ്ങളിലൂടെയും തെറ്റിദ്ധാരണകളിലൂടെയും അപമാനങ്ങളിലൂടെയും എല്ലാം ഈശോ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്മസിലും നമ്മൾ കാണുന്നത് ഈ ഭൗമിക ജീവിതത്തിലെ സന്തോഷത്തെക്കാൾ ഉപരി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുവന്റെ ആനന്ദമാണ്. ഈശോ തന്നെ പഠിപ്പിച്ച ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ ധനവാന് ഈ ലോകത്തില് സുഖസുഭിക്ഷമായി ജീവിച്ചപ്പോൾ അവന് താൽക്കാലികമായ സന്തോഷം ഉണ്ടായിരുന്നു. ലാസറാകട്ടെ വളരെ ദരിദ്രനായി ജീവിച്ചു, അവഗണിക്കപ്പെട്ടു, എളിമയോടുകൂടി ജീവിച്ചു. പക്ഷെ അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. ആ സഹനത്തിനിടയിലും അവനൊരു ആനന്ദമുണ്ടായിരുന്നു, പ്രത്യാശയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ മരിച്ചപ്പോൾ മാലാഖമാർ അവനെ അബ്രാഹത്തിന്റെ മടിയിലേക്ക് കൊണ്ടുപോകുന്നു. ധനികനായ മനുഷ്യൻ ആഘോഷമായ മരിച്ചടക്ക് നടത്തപ്പെട്ടു എന്ന് വരികിലും അയാൾക്ക് സ്വർഗത്തിലെത്താനായിട്ട് സാധിക്കാതെ പോകുന്നു. കർത്താവ് ഈ ലോകത്തിലേക്ക് വരുന്ന കാലഘട്ടത്തിന് വളരെയേറെ അഹങ്കാരത്തിലും സ്വാർത്ഥതയിലും കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഫരിസയര്, നിയമജ്ഞര്, സദുക്കായര്, പുരോഹിത പ്രമാണിമാര് എല്ലാം അവതരിപ്പിക്കുന്നുണ്ട്. അവർ ഈ ധനവാനെ പോലെ ആയിരുന്നു. അവരുടെ ചുറ്റുപാടുമുള്ള ലാസറിനെ കുറിച്ച് അവര് യാതൊരു പരിഗണനയുമില്ലായിരുന്നു. അവരെ വളരെ പുച്ഛത്തോടുകൂടി കണ്ടിരുന്നു. അവരുടെ പാപനിമിത്തമോ അവരുടെ മാതാപിതാക്കളുടെ പാപനിമിത്തമോ ആണ് അവരൊക്കെ ഇങ്ങനെയായി തീർന്നത്. അവരെ സഹായിക്കുവാൻ തങ്ങൾ കടപ്പെട്ടവരല്ല, അവർ ദൈവത്താലും അവഗണിക്കപ്പെട്ടവരാണ് എന്നുള്ള ഒരു ചിന്തയായിരുന്നെങ്കിൽ ഈശോ മറിച്ച് ഈ സഹനത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് സൗഖ്യം നൽകുകയും അവർക്ക് പ്രത്യാശ നൽകുകയും അവർക്ക് വേണ്ടി സ്വർഗരാജ്യം ലഭ്യമായിരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിനയത്തിലൂടെയും സേവനത്തിലൂടെയും ആനന്ദം എങ്ങനെ കണ്ടെത്താമെന്നാണ് ഇന്നത്തെ ക്രിസ്മസിന്റെ സന്ദേശമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തേത് വിനയമാണ്. നമുക്കറിയാം, അത്യുന്നതനായ ദൈവം 9 മാസത്തിലധികം ഒരു കന്യകാമറിയത്തിന്റെ ഉദരത്തില് കഴിയുന്ന അവസ്ഥ, അതുപോലെ തന്നെ ആ ജോസഫിനും മറിയവും ആ ശിശുവിനോടൊത്ത് ദൈവത്തോടൊത്ത് സഹകരിക്കുവാൻ തയ്യാറായപ്പോൾ അവർക്കുണ്ടായ വിഷമതകൾ, ആദ്യം അപമാനത്തിൻ്റെതായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. പിന്നീട് കണക്കെടുക്കാൻ വേണ്ടി അവര് ബെത്ലഹേമിലേക്ക് ബഹുദൂരം യാത്ര ചെയ്ത് പോകേണ്ടി വരുന്നു. അങ്ങനെ ക്ലേശകരമായ യാത്ര. നമ്മളൊക്കെ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നതിനെ കുറിച്ച് പരാതിപ്പെടാറുണ്ട്. എന്നാൽ യോസേഫും മറിയവും ഉണ്ണിമിശിഹായ്ക്ക് ജന്മം നൽകുവാനായിട്ട് വരുമ്പോൾ സത്രത്തിലുള്ളവരും അവഗണിക്കുന്നു, ഭവനങ്ങളിലുള്ളവരും അവഗണിക്കുന്നു. അതിന് പകരമായിട്ട് അവർക്ക് ലഭിക്കുന്നതാകട്ടെ ഒരു കന്നുകാലിത്തൊഴുത്താണ്. നമ്മൾ ആരും കന്നുകാലിത്തൊഴുത്തിൽ ജനിച്ചവരല്ല. എല്ലാവരും ഏതെങ്കിലുമൊക്കെ നല്ല ആശുപത്രികളിലോ അല്ലെങ്കിൽ നല്ല വീടുകളിലോ ഒക്കെ ജനിച്ചവരാണ്. അപ്പൊ എത്രമാത്രം ഒരു മനുഷ്യൻ എളിമപ്പെടാവോ അത്രമാത്രം ഈ ദൈവപുത്രനിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. മൃഗങ്ങളുടെ ചാണകവും മൃഗങ്ങളുടെ മൂത്രവും അവരുടെ തീറ്റയും അവയുടെ അവശിഷ്ടങ്ങളും എല്ലാം ഇടയ്ക്കാണ് ഈ ദൈവകുമാരൻ നമുക്ക് വേണ്ടി എളിമയോടുകൂടി മാതൃകയായി കാണിച്ചു തരുന്നത്. അതേ ദൈവപുത്രന് അവസാനവും മരക്കുരിശിലാണ് മരിക്കുക, ഒരു കിടക്കയിൽ കിടന്നല്ല മരിക്കുക. അതിനുശേഷം അന്യ ഒരാളുടെ കല്ലറയിലാണ് സംസ്കരിക്കപ്പെടുക. അങ്ങനെ അവർ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ദീർഘയാത്ര ചെയ്യുമ്പോൾ അവർക്ക് പരിമിതമായ ജീവിത സാഹചര്യങ്ങളും ആഹാരമേ ഉണ്ടായിരുന്നുള്ളൂ. ഭവനരഹിതരായിട്ട് അഭയാർത്ഥികളായിട്ട് വീണ്ടും ഈജിപ്തിലേക്ക് പോകേണ്ടി വരുന്നു. അങ്ങനെ ഏതാനും വർഷക്കാലം അഭയാർത്ഥിയായും ഈ തിരുക്കുടുംബം ജീവിക്കേണ്ടി വരുന്നു. അപ്പൊ ആർക്കും ഈശോയുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കും.
അപ്പൊ എളിയ അവസ്ഥയിലും എന്ന് കരുതി അവർ നിരാശരല്ല. അവർക്ക് ആനന്ദമുണ്ടായി. മാലാഖമാരുടെ സാന്നിധ്യം, പൂജ്യരാജാക്കളുടെ സന്ദർശനം, ഇടയന്മാരുടെ സന്ദർശനം, ഇവയെല്ലാം അവർക്ക് അറിയാം ദൈവത്തിന്റെ മകനെയാണ്, അല്ലെങ്കിൽ ദൈവത്തെ തന്നെയാണ് അവരെ സംബന്ധിക്കുന്നത് എന്ന്. അതുപോലെ തന്നെയാണ് ഈ കാലത്തോട് നമ്മുടെ വലിയ മനോഹരമായ ഭവനങ്ങളിലാണെങ്കിലും ഈശോയ്ക്ക് വേണ്ടി നമ്മൾ പുൽക്കൂടുണ്ടാകുമ്പോൾ നമ്മളെ അനുസ്മരിപ്പിക്കുക, ഈ പുൽത്തോട്ടത്തിലേക്ക് ചെന്ന് ഉണ്ണിയെ ആരാധിക്കണമെങ്കിൽ നമ്മൾ അവന്റെ മുമ്പിൽ കുമ്പിടണം. കുനിഞ്ഞു മാത്രമേ ഉള്ളൂ ആ പുൽത്തോട്ടത്തിലേക്ക് നമുക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ദുരഭിമാനം ഉപേക്ഷിച്ച്, നമ്മൾ സമ്പന്നരാണെങ്കിൽ, നമുക്ക് ഹൈറ്റിൽ വരാൻ പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ല ജോലി ഉണ്ടായെങ്കിൽ, നല്ല വാഹനങ്ങളുണ്ട്, നല്ല വീടുകളുണ്ട് എന്ന് വരികിൽ അതിലാരും അഭിമാനിക്കേണ്ട, ദുരഭിമാനം കൊള്ളേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ തരാനും രണ്ടു നാല് ദിനം കൊണ്ട് തണ്ടിലേക്കാനും അവന്റെ പേരിൽ മാറപ്പ് കാട്ടാനും ഒക്കെ ഭഗവാന്, ദൈവത്തിന് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അഹങ്കാരം പിടിക്കുവാനുള്ള സന്ദേശമാണ് ഒന്നാമതായിട്ട് ഈ ക്രിസ്മസിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. പ്രത്യേകിച്ച് ഇന്ന് സാമ്പത്തികമായി സൗകര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ, ജീവിത സൗകര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാവരോടും പുച്ഛമാണ്. അത്രാണ് കുറ്റം, അച്ഛന്മാർക്ക് കുറ്റം, സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കുറ്റം, ജീവിത പങ്കാളിക്ക് കുറ്റം, മക്കൾക്ക് കുറ്റം, മാതാപിതാക്കൾക്ക് കുറ്റം, എനിക്ക് മാത്രം കുറ്റമില്ല. ആ ഒരു മനോഭാവം മാറിയിട്ട് എളിമപ്പെട്ടാൽ മാത്രമേ നമ്മുടെ കുടുംബം ആനന്ദത്തിലാവുള്ളൂ. നമ്മുടെ ഇടവകയും നമ്മുടെ സമുദായവും നമ്മുടെ സമൂഹവും ഒക്കെ ശാന്തിയിലേക്ക് സമാധാനവും അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തിരി കള്ളു കുടിച്ച്, ചില കേക്ക് മുറിച്ച് നിന്ന്, ചില നല്ല ഇറച്ചിയൊക്കെ കൂടി ആഹാരവും കഴിച്ച് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചെന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്, ആനന്ദമല്ല. ശാശ്വതമായ ആനന്ദത്തിലേക്കുള്ള മാർഗമാണ് ഈശോ പറഞ്ഞു തരിക. രണ്ടാമത്തേത് സേവനമാണ്. അതായത് ഇവിടെ ഈശോ വന്നപ്പോൾ പ്രധാന പുരോഹിതന്മാരോ രാജാക്കന്മാരോ സ്വീകരിക്കുന്നില്ല. അവർ അറിഞ്ഞു. കാരണം രാജാക്കന്മാർ പറഞ്ഞു, ഇതാ യഹൂദന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നു, അവനെ കാണാനല്ല ഞങ്ങൾ പോകുന്നത്, അവനെ ആരാധിക്കുവാൻ ഞങ്ങൾ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഹെറോദോസ് രാജാവ് പുരോഹിതന്മാരെയും നിയമജ്ഞന്മാരെയും വിളിച്ചുകൂട്ടി, എവിടെയായിരിക്കും ഈ ശിശു ജനിക്കുക? അവര് വേദപ്രമാണങ്ങളെല്ലാം ഡോക്യുമെന്റ്സ് ഒക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ബെത്ലഹേമിലായിരിക്കും ജനിക്കുക. പക്ഷെ അവരാരും ബെത്ലഹേമിൽ പോയില്ല. അവർക്കൊന്നും കാണേണ്ടത് ഈ കാലഘട്ടത്തിൽ പറഞ്ഞ ഉണ്ണിയല്ല. എന്നാൽ ഈ ശിശുവിനെ ആരാധിക്കുവാനും ഈ ശിശുവിനെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും തയ്യാറായത് ഏതാനും ആട്ടിടയന്മാരാണ്. അതായത് ഭവനങ്ങളിൽ തിരസ്കൃതനായപ്പോൾ, സത്രത്തിൽ തിരസ്കൃതനായപ്പോൾ ആട്ടിടയന്മാരോട് ചെന്ന് യോസേഫ് ചോദിക്കുകയാണ്, എന്റെ ഭാര്യയ്ക്ക് പ്രസവിക്കുവാനായിട്ട് അത്യാവശ്യമായിട്ട് ഒരിടം തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇടയന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് തരാൻ ഇതേ ഉള്ളൂ. ഞങ്ങൾ രാത്രിയിൽ ഈ കന്നുകാലികളുടെ കൂടെ ഈ മണമൊക്കെ അടിച്ച് ഈ ചാണകത്തിന്റെയും ഈ ഉച്ഛിഷ്ടങ്ങളുടെയും ഈ മൂത്രത്തിന്റെയും ഒക്കെ ഗന്ധമടിച്ചാൽ കഴിയുന്നത്, ഈ കൂടെ വേണമെങ്കിൽ കൂടാൻ. അങ്ങനെ അവർക്ക് അഭയം നൽകുന്നത് ആ ഇടയന്മാരാണ്. അവർ എത്രയോ ഭാഗ്യവാന്മാരായി. കാരണം അവർ കണ്ടു മാലാഖമാർ വന്ന് സ്തോത്രഗീതം ആലപിക്കുന്നു ഈ ശിശുവിനെ പ്രതി. അതുപോലെ തന്നെ അപ്പുറം മറ്റു സ്ഥലത്ത് ആളുകളെ മേയിച്ച് ഇതുപോലെ തന്നെ വിശ്രമിച്ചിരുന്ന ഇടയന്മാർക്കും സന്ദേശം കൊടുക്കുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നിങ്ങൾ രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആ സന്ദേശം കൊടുത്തത് എളിമയുള്ളവർക്കാണ് ലഭിച്ചത്. അഹങ്കാരികൾക്ക് ആർക്കും ആ സന്ദേശം കിട്ടിയില്ല. മറിച്ച് ആ എളിമയോടുകൂടി കഴിഞ്ഞവരോട് പറഞ്ഞു, വളരെ എളിമയോടുകൂടി കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കാണും. അതിനുള്ള അടയാളം എന്താണ്? പുൽക്കൂട്ടിൽ പിള്ളക്കച്ചിയിൽ പൊതിഞ്ഞ ഒരു ശിശുവിനെ കാണും. ഈ ലോകത്ത് വേറെ ഉള്ളടത്തും അങ്ങനെ ഒരു ശിശുവിനെ കാണിയത്. അതാണ് അതിന്റെ ഐഡന്റിഫിക്കേഷൻ. ഈശോ രക്ഷകനാണ്, നിങ്ങൾക്ക് വേണ്ടി രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആ രക്ഷകനെ കണ്ടെത്താനുള്ള അടയാളം പുൽക്കൂട്ടിൽ കന്നുകാലികളുടെ ഇടയിൽ ഈ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് കിടക്കുന്ന ശിശുവിനെ കണ്ടാൽ അവനാണ് രക്ഷകൻ. അങ്ങനെ അവർ ഐഡന്റിഫൈ നടക്കുകയാണ്. എവിടെയായിരിക്കും ഈ പുൽത്തോട്ടിൽ ഒരു ശിശുവിനെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്, ജനിച്ചിരിക്കുന്നത്? അതവർ കണ്ടെത്തി. അതായിരുന്നു അവർക്ക് കിട്ടിയ ഭാഗ്യം. എളിമയുള്ളവർക്ക് ദൈവത്തെ കാണാൻ പറ്റുകയുള്ളൂ. അഹങ്കാരികൾക്ക് ദൈവത്തെ കാണുവാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ മൃഗങ്ങളുടെ അതുപോലെ തന്നെ ഇടയന്മാരുടെ ബോഡി ഹീറ്റ് ആയിരുന്നു ആ തണുപ്പത്ത് ഈശോയ്ക്ക് കൂടുതൽ ചൂട് നൽകിയത്. അതുപോലെ തന്നെ ഈ ശിശുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ചത് ദൈവത്തിന്റെ പരിപാലനയിലും പ്രവചനങ്ങൾ പൂർത്തിയാകുവാനും വേണ്ടി നസറത്തിലായിരുന്ന മാതാപിതാക്കന്മാരെന്ന് വരികയും അവൻ ജനിച്ചത് ബെത്ലഹേമിലാണ്. ബെത്ലഹേം എന്ന് പറഞ്ഞാൽ ദ ഹൗസ് ഓഫ് ബ്രെഡ്, അപ്പത്തിന്റെ ഭവനം എന്നാണ്. എന്തുകൊണ്ടാണ് അപ്പത്തിന്റെ ഭവനം എന്നായി തീർന്നത്? കാരണം യെരൂശലേം ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ആടുകൾ
അവിടെ അർപ്പിക്കപ്പെടേണ്ടതായ അപ്പത്തിന് വേണ്ടിയുള്ളതായ ധാന്യങ്ങളെല്ലാം വിളയുന്ന ഫലഭൂയിഷ്ഠമായ സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ദാവീദിന്റെ സ്ഥലമാണ്, ജന്മസ്ഥലമാണ് ബേത്ലഹേം. അതുകൊണ്ട് പ്രവചനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് ആ ബേത്ലഹേമില് അപ്പമായി തീരേണ്ട ഈശോ അവിടെയാണ് ജനിച്ചത്. നമ്മളെ എല്ലാവരുടെയും നമുക്ക് വേണ്ടി ഇതെന്റെ ഈ അപ്പം എന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ കുർബാനയിലും സ്വീകരിക്കുന്ന ആ അപ്പമായി തീരേണ്ട ഈശോ ജനിച്ചത് അപ്പത്തിന്റെ ഭവനത്തിലാണ്. അതുപോലെ തന്നെയാണ് അവിടെ വളർത്തുന്നതായ ആടുകളാണ് യെരൂശലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കപ്പെടേണ്ടത്. ഇത് പെസഹ കുഞ്ഞാടായ ആ ആട് ജനിച്ചിരിക്കുന്നു. ഈശോയാകുന്ന വലിയ ആട്, വലിയ മൃഗം അവിടെ ജനിച്ചിരിക്കുന്നു. അതാണ് മറ്റൊരു പ്രത്യേകത. മൂന്നാമത് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞ ഈശോ ജനിച്ചത് ഇടയന്മാരുടെ ഇടയിലാണ്. അങ്ങനെ എല്ലാം കൊണ്ടും അർത്ഥപൂർണമായ പ്രതീകാത്മകമായ ആ ഒരു സ്ഥലമായിരുന്നു അവിടെ. അതോടൊപ്പം തന്നെ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടായി. കാരണം ഒരു ശിശു ജനിച്ചാൽ യഹൂദ പാരമ്പര്യ പ്രകാരം അയൽപക്കത്തുള്ള പാട്ടുകാർ വന്ന് നല്ല സംഗീതം ആലപിക്കും. ആ ശിശുവിന്റെ കാതുകളിൽ ആദ്യം കേൾക്കേണ്ടത് ദൈവസ്തുതിയുടെ നല്ല ഗാനങ്ങളാണ്. അതുപോലെ ഇവിടെ ആടാൻ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ മാലാഖമാർ വന്ന് സ്തോത്രഗീതം ആലപിക്കുകയാണ്, മാതാപിതാക്കന്മാർക്ക് സന്തോഷം പകരുകയാണ്. അപ്പോഴാണ് ഇടയന്മാർക്ക് ബോധ്യമായത് ഇവൻ വെറും ഒരു ശിശുവല്ല, ആ മാലാഖ പറഞ്ഞത് ശരിയാണ്, ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഇടയന്മാർ ആരാധിക്കുവാനായിട്ടാണ് വന്നത്. അതോടൊപ്പം തന്നെ അവരുടെ സാക്ഷ്യം കേട്ട് അയൽവക്കക്കാർക്ക് ഓടിക്കൂടി അവരെല്ലാവരും വന്ന് ഈ ശിശുവിനെ ആരാധിച്ചു. അവരുടെ ഇടയിലെല്ലാം സന്തോഷമുണ്ടായി. അവരിൽ ആരോ അവരുടെ ഭവനത്തിലേക്ക് ഈ പുൽക്കൂട്ടിൽ നിന്ന് ഈ തിരുക്കുടുംബത്തെ കൊണ്ടുപോയി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? എക്കാലവും അവർ പുൽക്കൂട്ടല്ല കഴിയുക, ജനിച്ചതേ ഉള്ള പുൽക്കൂട്ട്. ഏതാണ്ട് നാളുകൾ കഴിഞ്ഞപ്പോൾ ഏതോ ഭവനക്കാരെ തുറന്നു കൊടുത്തു. കാരണം പൂജരാജാക്കന്മാര് ഉണ്ണിയെ കാണാൻ വരുമ്പോൾ അവർ പുൽക്കൂട്ടിലല്ല ഈശോയെ കണ്ടത്, അവരൊരു ഭവനത്തിൽ കണ്ടെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുക. ഈ പൂജരാജാക്കന്മാർ വരുന്നത് വെറുതെയായിട്ടല്ല, സമ്മാനങ്ങളുമായിട്ടാണ് വരിക. കാരണം ദൈവം തിരഞ്ഞെടുത്ത വിജാതീയമായ പേർഷ്യൻ രാജാക്കന്മാര് പൊന്നും മുഴുവയും കുന്തിരിക്കും ഒരു രാജാവിനെ കാഴ്ചവെക്കുന്ന വലിയ സമ്മാനങ്ങളുമായിട്ടാണ് വരിക. അത് ഈ തിരുക്കുടുംബത്തിന് ആവശ്യമായിരുന്നു. കാരണം അത് വിറ്റിട്ട് വേണം ഈ യോസേഫിന് തന്റെ കുടുംബത്തെ 2-3 കൊല്ലത്തേക്ക് പുലർത്താനായിട്ട്. തനിക്ക് തച്ചനാണെങ്കിലും അല്ലെങ്കിൽ തനിക്ക് ബിൽഡറാണെങ്കിലും അതിനുള്ള ജോലി ചെയ്യാനുള്ള നിവൃത്തിയിൽ അഭയാർത്ഥിയായി ഈജിപ്തിലേക്ക് പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ എളിമയിൽ ജനിച്ച ഈശോയെയും അവന്റെ മാതാവിനെയും അവന്റെ വളർത്തുന്നതായ യോസേഫിനെയും ദൈവം അവഗണിക്കുകയല്ല, കാലോചിതമായിട്ട് വേണ്ട സഹായം, വേണ്ട സമ്പത്ത് അവിടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വെളിമയിൽ കഴിയുമ്പോൾ, വിഷമങ്ങളിലൂടെ കഴിയുമ്പോൾ ഇതുപോലെ നമുക്കും വേണ്ടത്ര പരിഗണന ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കും. അവിടെ ഈശോയെ സേവിച്ചവർക്ക് അവർക്കെല്ലാം സന്തോഷവും ആനന്ദവും ഉണ്ടായി. പൂജരാജാക്കന്മാർക്ക് സന്തോഷമുണ്ടായി, ഇടയന്മാർക്ക് സന്തോഷമുണ്ടായി. കാരണം അവരുടെ ആ ലക്ഷ്യങ്ങളെ തിരിച്ചറിയുവാനായിട്ട് ആദ്യത്തെ ഭാഗ്യം ലഭിച്ചത് അവർക്കാണ്. യോസേഫിന്റെ മറിയത്തിന് ആനന്ദമുണ്ടായി. അതുകൊണ്ട് തന്നെ ധനസമ്പാദനത്തെക്കാൾ കൂടുതൽ നമുക്ക് അത് സമ്പത്തിന് ബാങ്ക് ബാലൻസൊക്കെ കൂടി കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും, മറ്റുള്ളവരോടൊക്കെ പുച്ഛമുണ്ടാകും. പക്ഷേ നമുക്ക് എളിമയോടുകൂടി വ്യാപരിക്കുന്നവന് ഉള്ളിൽ ആനന്ദമുണ്ടാകും, അവന് നിത്യ സൗഭാഗ്യവും ഉണ്ടാകും. അതുകൊണ്ട് ആഡംബരപൂർണമായ ജീവിതവും ആഘോഷങ്ങളും നമ്മളെ തൽക്കാലത്തേക്ക് സന്തുഷ്ടരാക്കാം. എന്നാൽ അത് ലാസറിനെ അവഗണിച്ച ധനവാനെ പോലെ ആയിരിക്കും. മറിച്ച് എളിമയോടെ കഴിയുന്നവന് ഈ ലോകത്തിൽ വരുവാനിരിക്കുന്ന ലോകത്തിലും ആത്മീയമായ ആനന്ദമുണ്ടാകും, സന്തോഷമുണ്ടാകും. നമ്മള് ഒന്ന് സംസാരിച്ച് ആത്മീയമായിട്ട് ഒരുങ്ങി ഈ തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു ആനന്ദമുണ്ടാകും. നേരെ മറിച്ച് ഒരു ചടങ്ങിന് വേണ്ടിയാണ് നമ്മൾ കാണുന്നെങ്കിൽ നമുക്ക് ഒരു താൽക്കാലികമായ ഒരു സന്തോഷമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്മസ് ആനന്ദകരമാകണമെങ്കിൽ, സന്തോഷത്തെക്കാൾ ഉപരി ആനന്ദകരമാകണമെങ്കിൽ, സമ്മാനം വാങ്ങിക്കുന്ന തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന, തിരിച്ചു തരാൻ പറ്റുന്നവർക്ക് വേണ്ടി സമ്മാനം കൊടുക്കുന്നതിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിനകത്തൊന്നും ഒരു ചാരിറ്റിയില്ല. നേരെ മറിച്ച് എനിക്ക് തിരിച്ച് സഹായിക്കാൻ സാധിക്കാത്തവൻ ഞാൻ സമ്മാനം കൊടുക്കുമ്പോൾ, സഹായം കൊടുക്കുമ്പോൾ അതാണ് ദൈവത്തിന് മുമ്പാകെ വിലപ്പെട്ടത്. അതാണ് പൂജ രാജാക്കന്മാർ ചെയ്തത്. അതായത് ഈ തിരുക്കുടുംബത്തിന് ആ രാജാക്കന്മാർക്ക് വേണ്ടി ചെയ്യാനൊന്നുമില്ല, പക്ഷെ ഈശോയുടെ അനുഗ്രഹം അവർക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് അവരെ വിശുദ്ധരായിട്ട് ഇന്നും സഭ കണക്കാക്കപ്പെടുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ജോയ്ഫുൾ ആയിട്ടുള്ള ആ എളിമയുടെയും സേവനത്തിലൂടെയും
നമ്മളെ തിരിച്ച് സഹായിക്കാൻ മറ്റാൾക്ക് നന്മകൾ ചെയ്തുകൊണ്ടും നമുക്ക് ഈ ക്രിസ്മസിൽ ആനന്ദം കണ്ടെത്തുവാൻ പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ നേരുന്നു.